ഹലോ, ഞാനിന്നേ വളരെ എക്സോട്ടിക് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കാണിച്ചു തരാം കേട്ടോ. അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു ഫ്രൂട്ടാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫ്രൂട്ട്. ഇതിൻ്റെ പേര് അറസാബോയ് എന്നാണ് കേട്ടോ. യൂജീനിയ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ നേറ്റീവ് എന്ന് പറയുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. പക്ഷേ വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലും ഇത് നന്നായിട്ട് വളരും. ഇതാണ് അറസാബോയ് പ്ലാന്റ്. ഇതൊരു 1.5 വർഷം കൊണ്ട് തന്നെ കായ്ക്കും കേട്ടോ. ഇതിനകത്ത് നിറയെ കായുണ്ടായിരുന്നു, പക്ഷെ ഒട്ടുമിക്കതും പഴുത്തു. ഈ കാണുന്നത് ഇതിൻ്റെ പച്ചക്കായാണ് കേട്ടോ. പച്ചയായിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ കളറായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ പഴുത്ത കായാണേ. പഴുത്ത് കഴിയുമ്പോൾ ഇതിന് ഇതുപോലെ ഒരു യെല്ലോയും ഓറഞ്ചും ചേർന്ന നല്ലൊരു കളറാണ്. പിന്നെ ഇതിൻ്റെ മണം എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. ഇതിൻ്റെ പഴുത്ത കായ്ക്ക് നല്ല മണമാണ്, ഒരു പ്രത്യേക തരം മണമാണ്. ഇതൊരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു കായ മുറിച്ച് കാണിക്കാവേ. അറസാബോയ് മുറിച്ച് കഴിയുമ്പം ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് കുരുക്കളൊക്കെ ഉണ്ട്. നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് കേട്ടോ ഇതിൻ്റെ അകം ഭാഗം. നല്ല ഫ്ലഷിയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല പുളിപ്പാണ്, നമ്മുടെ നാരങ്ങയേക്കാളും ഒക്കെ പുളിപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന്. ഇത് ശരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കും. ഇതുപോലെ എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കില്ല കേട്ടോ, ഭയങ്കര പുളിയായിരിക്കും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പൈനാപ്പിള്, ആപ്പിള്, നമ്മുടെ പേരയ്ക്ക, അങ്ങനെ നമ്മൾ നോർമലി ജ്യൂസ് ഉണ്ടാക്കത്തില്ലേ, ആ ജ്യൂസിൻ്റെ കൂടെയൊക്കെ ഇത് മിക്സ് ചെയ്യും. അപ്പോൾ ജ്യൂസിന് ചെറിയൊരു പുളിയും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. ഈ ഒരു ഒറ്റ ഫ്രൂട്ട് കൊണ്ട് തന്നെ നമുക്കൊരു മിനിമം ഒരു 20 ഗ്ലാസ് ജ്യൂസിലെങ്കിലും നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ, ഈ ഒരൊറ്റ ഫ്രൂട്ട് മാത്രം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ആ ജ്യൂസിന്. കൂടാതെ ചെറിയൊരു പുളിപ്പും ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും ജ്യൂസിനൊക്കെ. ചില ആൾക്കാർ കറിയുടെ കൂടെയൊക്കെ ഈ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സോട്ടിക് ഫ്രൂട്ട് ഇഷ്ടമായ എല്ലാവർക്കും ഇത് വീട്ടിൽ വളർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അറസാബോയ്. ഓക്കെ, ബൈ.